കോവിഡ് ആശങ്കയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന കല്ലാർകുട്ടി അണക്കെട്ടിലെ ബോട്ടിംഗ് പുനരാരംഭിച്ചു. മുതിരപ്പുഴ ടൂറിസം ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെയും KCB ഹൈഡൽ ടൂറിസത്തിൻ്റെയും സംയുക്ത സഹകരണത്തോടെയാണ് കല്ലാർകുട്ടി അണക്കെട്ടിൽ ബോട്ടിംഗ് നടന്നുവരുന്നത്. ബോട്ടിംഗ് പുനരാരംഭിച്ചതോടെ അണക്കെട്ടിലേക്ക് സന്ദർശകരും എത്തിത്തുടങ്ങി. കോവിഡ് പിടിമുറുക്കിയതോടെയായിരുന്നു കല്ലാർകുട്ടി അണക്കെട്ടിൽ നടന്നു വന്നിരുന്ന ബോട്ടിംഗ് താൽക്കാലികമായി നിർത്തിവച്ചത്. വിനോദസഞ്ചാര മേഖലകൾ വീണ്ടും സജീവമായതോടെ ഞായറാഴ്ച മുതൽ കല്ലാർകുട്ടി അണക്കെട്ടിലും ബോട്ടിംഗ് പുനരാരംഭിച്ചു. കയാക്കിംഗ്, പെഡൽ ബോട്ട്, കുട്ടവഞ്ചി എന്നിവ അണക്കെട്ടിലെ ജലയാത്രയ്ക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. 2 പേർക്ക് സഞ്ചരിക്കാവുന്ന പെഡൽ ബോട്ടിന് 250 രൂപയും കുട്ടവഞ്ചിക്ക് 400 രൂപയും കയാക്കിങ്ങിന് 250 രൂപയുമാണ് ഫീസ്. വാട്ടർ സ്കൂട്ടർ, ചങ്ങാടം, തുഴവഞ്ചി എന്നിവയും വൈകാതെ ബോട്ടിംഗ് സെന്ററിൽ എത്തിക്കും. ബോട്ടിംഗ് പുനരാരംഭിച്ചതോടെ അണക്കെട്ടിലേക്ക് സന്ദർശകരും എത്തിത്തുടങ്ങിയതായി മുതിരപ്പുഴ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി PS ശ്രീധരൻ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഐറ്റംസ് പെഡൽ ബോട്ട്, കുട്ടവഞ്ചി, കയാക്കിങ്, അതുപോലെ തന്നെ ചങ്ങാടങ്ങൾ, പഴയ കുടിയേറ്റക്കാർ ഉപയോഗിച്ചിരുന്ന ചങ്ങാടങ്ങൾ, തുഴവഞ്ചി എന്നിവയാണ്. ഇനി സ്പീഡ് ബോട്ട് കൊണ്ടുവരാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ. അതുപോലെ വാട്ടർ സ്കൂട്ടർ, അതോടൊപ്പം തന്നെ ജലമാർഗം തോട്ടാപ്പര തുരങ്കത്തിലേക്കുള്ള ബോട്ടിംഗ് കൂടെ ആരംഭിക്കാൻ ഞങ്ങൾ പദ്ധതിയിട്ടുണ്ട്. മുതിരപ്പുഴ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും KCB ഹൈഡൽ ടൂറിസത്തിന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് കല്ലാർകുട്ടി അണക്കെട്ടിൽ ബോട്ടിംഗ് നടന്നുവരുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള തോട്ടാപ്പുരയും ആൽപ്പാറ വ്യൂ പോയിന്റും കല്ലാർകുട്ടി ബോട്ടിംഗ് സെന്ററുമായി ചേർന്ന് കിടക്കുന്ന ഇടങ്ങളാണ്. ഇവിടേക്ക് കൂടി സഞ്ചാരികളെ എത്തിച്ച് ബോട്ടിംഗ് സെന്ററിന്റെ വിനോദസഞ്ചാര സാധ്യത വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന തുടർ പ്രവർത്തനങ്ങളും മുതിരപ്പുഴ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. S. സെൽവരാജ്, ന്യൂസ് ബ്യൂറോ, അടിമാലി.